ഹായ് എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. ഇറ്റ്സ് മീ ആതിര. നമ്മൾ ഇന്ന് ക്ലാസ് 2 എന്ന് പറഞ്ഞ് രണ്ടാമത്തെ പാർട്ടാണ് ചെയ്യാൻ പോകുന്നത്. രണ്ടാമത്തെ പാർട്ടിൽ ഡിമാൻഡ് ഫോർകാസ്റ്റിങ്ങും പ്രൊഡക്ഷൻ ഫംഗ്ഷൻ അല്ലെങ്കിൽ തിയറി ഓഫ് പ്രൊഡക്ഷനുമാണ് നോക്കുന്നത്. തിയറി ഓഫ് പ്രൊഡക്ഷൻ അതുമായി ബന്ധപ്പെട്ട് പ്രൊഡക്ഷൻ ഫംഗ്ഷനൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കുന്നു. അടുത്ത ഒരു പാർട്ടിൽ പ്രൈസിംഗ് പോളിസി ആൻഡ് പ്രാക്ടീസസും ബിസിനസ് സൈക്കിളും കൂടി വരുമ്പോൾ നമ്മുടെ മാനേജീരിയൽ ഇക്കണോമിക്സും കംപ്ലീറ്റ് ആവുന്നതാണ്. ഇത് കഴിയുമ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ് അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് ഇതിലേതെങ്കിലുമാണ് എടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് മൂന്നാമത്തെ പാർട്ടായിട്ട് പ്രൈസിംഗ് പോളിസി ആൻഡ് പ്രാക്ടീസസും ബിസിനസ് സൈക്കിളും വൈകുന്നേരം അല്ലെങ്കിൽ രാത്രി ആകുമ്പോഴത്തേക്ക് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അതിനു മുമ്പ് എല്ലാവരും ഈ രണ്ട് പാർട്ടുകളും കണ്ട് പഠിക്കുക. രണ്ട് പാർട്ടുകളും കണ്ട് പഠിച്ച ശേഷം മാത്രമേ ഞാൻ എന്ത് ചെയ്യുള്ളൂ, മൂന്നാമത്തെ പാർട്ട് അപ്ലോഡ് ചെയ്യുള്ളൂ. എല്ലാവരും കാണണം, എല്ലാവരും കണ്ട് തന്നെ പഠിക്കുക. കൂടാതെ ഈ നമ്മുടെ മാനേജീരിയൽ ഇക്കണോമിക്സ് എന്ന് പറയുന്ന മൊഡ്യൂൾ തീർന്നു കഴിയുമ്പോൾ PDF നമ്മുടെ ടെലഗ്രാം ചാനലിലേക്ക് അപ്ലോഡ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ക്ലാസ് കാണുക, നിങ്ങളുടെ കമൻസ് ഒക്കെ രേഖപ്പെടുത്തുക. ക്ലാസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ ക്ലാസ്സിലേക്ക് നമുക്ക് നേരെ പോവാം. ഇനി ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. എന്താണ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത്? ഫോർകാസ്റ്റ് ചെയ്യുക അല്ലേ, ഡിമാൻഡിനെ ഫോർകാസ്റ്റ് ചെയ്യുക. എങ്ങനെ നമുക്ക് നോക്കാം. Anticipating the demand for a product during a specific future period is called demand forecasting. ഫ്യൂച്ചർ പീരീഡിൽ ഒരു പ്രൊഡക്റ്റിന് എത്രത്തോളം ഡിമാൻഡ് ഉണ്ടാവും എന്ന് നമ്മൾ അസ്യൂം ചെയ്യുക, ആൻറ്റിസിപ്പേറ്റ് ചെയ്യുകയാണ്. അതിനെയാണ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഭാവിയിൽ ഫ്യൂച്ചർ പീരീഡിൽ ഒരു പ്രൊഡക്റ്റിന് എത്രത്തോളം ഡിമാൻഡ് ഉണ്ടാവും എന്ന് ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നതിനെയാണ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത്. It may be defined as the process of making objective assessment of demand for the product during a given future period in order to evolve an effective production plan for the period. ഒരു ഫ്യൂച്ചർ പീരീഡിൽ ഒരു പ്രൊഡക്റ്റിന് എന്തോരം ഡിമാൻഡ് ഉണ്ടാവും എന്നൊരു അസസ്മെൻറ്റ് ചെയ്യുന്നതിനെയാണ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത്. എന്തിനാണ് ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യുന്നത്? നമ്മളൊരു പ്രൊഡക്റ്റ് ഇപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുവാണെങ്കിൽ അതിന് എത്രത്തോളം ഡിമാൻഡ് ഉണ്ടാവും, നമുക്കൊരു മാർക്കറ്റിൻ്റെ ഒരു ബേസിൽ അല്ലെങ്കിൽ കൺസ്യൂമർ ബിഹേവിയറിൻ്റെ ബേസിൽ എത്രത്തോളം ഡിമാൻഡ് ഉണ്ടാവും എന്നറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ പ്രൊഡക്ഷൻ എന്തോരം വേണം എന്നൊക്കെ ഏകദേശം കണക്കാക്കാൻ വേണ്ടി സാധിക്കും. ഓക്കെ, ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ഹെൽപ്സ് ടു അവോയ്ഡ് ഓവർ പ്രൊഡക്ഷൻ ആസ് വെൽ ആസ് അണ്ടർ പ്രൊഡക്ഷൻ ആൻഡ് ദ ലോസസ് റിസൾട്ടിംഗ് ഫ്രം ഇറ്റ് ഇൻ അഡീഷൻ ടു മിനിമൈസിങ് പ്രൊഡക്ഷൻ കോസ്റ്റ്. കണ്ടോ, ഓവർ പ്രൊഡക്ഷൻ ആവാതെ അണ്ടർ പ്രൊഡക്ഷൻ ആവാതെ പ്രൊഡക്ട്സ് ആവശ്യത്തിന് മാത്രം പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഏത് സഹായിക്കും? ഈ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് സഹായിക്കും. പിന്നെ ഈ പാരഗ്രാഫ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. നമുക്കറിയാം നമ്മൾ എത്രത്തോളം ഫോർകാസ്റ്റ് ചെയ്താലും അല്ലേ 100% ആക്യുറേറ്റ് ആവണം എന്നൊന്നുമില്ല. അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ആക്ച്വൽ കണ്ടീഷൻ ചിലപ്പോൾ നമ്മൾ ഫോർകാസ്റ്റ് ചെയ്ത കണ്ടീഷനിൽ നിന്ന് വ്യത്യാസം വരും. അപ്പോൾ കുറച്ച് വ്യത്യാസങ്ങൾ അതായിട്ട് ബന്ധപ്പെട്ട് വരും. അപ്പോൾ ഫോർകാസ്റ്റ് ഫുള്ളായിട്ട് നമുക്ക് ആക്യുറേറ്റ് ആണെന്ന് പറയാൻ പറ്റില്ല, എന്നാലും നമ്മളെ കുറേയധികം അത് സഹായിക്കും എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് മെത്തേഡ്സ് ഓർ ടെക്നിക്സ് ഓഫ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ആണ് നോക്കാനുള്ളത്. ഡിമാൻഡ് ഫോർകാസ്റ്റിംഗിന് മെത്തേഡ്സ് അല്ലെങ്കിൽ ടെക്നിക്സ് ഏതൊക്കെയാണ്? പ്രധാനമായും 3 മെത്തേഡ്സ് ആണ് ഉള്ളത്. സർവേ മെത്തേഡ്, മാർക്കറ്റ് സ്റ്റഡി ആൻഡ് എക്സ്പെരിമെൻറ്റ് മെത്തേഡ്, സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്. ഏതൊക്കെയാണ്? സർവേ മെത്തേഡ്, മാർക്കറ്റ് സ്റ്റഡീസ് ആൻഡ് എക്സ്പെരിമെൻറ്റ് മെത്തേഡ്, സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്. എങ്ങനെയാണ് ഈ മെത്തേഡ് തിരഞ്ഞെടുക്കുന്നത്? ദ ചോയ്സ് ഓഫ് എ മെത്തേഡ് ഡിപ്പെൻഡ്സ് മെയിൻലി അപ്പോൺ ദ പർപ്പസ്, പ്രൊഡക്റ്റ് ആൻഡ് പീരീഡ്, പർപ്പസ്, പ്രൊഡക്റ്റ്. ഇത് മൂന്നും നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഏത് മെത്തേഡാണ് നല്ലതെന്ന് തിരഞ്ഞെടുക്കുന്നത്. നമുക്ക് ഓരോ മെത്തേഡും എന്തൊക്കെയാണെന്ന് പഠിക്കാം. ഒന്നാമത്തെ സർവേ മെത്തേഡ്. എന്താണ് സർവേ മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരിട്ടോ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് ഡയറക്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ സെയിൽസ് എക്സ്പേർട്ടിനെ വിട്ടിട്ടോ ഫ്യൂച്ചർ ഡിമാൻഡ് എന്തോരമുണ്ടെന്ന് നമ്മൾ കളക്ട് ചെയ്യും. ഒരു ഡേറ്റ കളക്ട് ചെയ്യും. ഒരു പ്രൊഡക്റ്റിൻ്റെ ഫ്യൂച്ചർ ഡിമാൻഡ്, ആ പ്രൊഡക്റ്റ് ഇപ്പോൾ വിപണി വന്നു കഴിഞ്ഞാൽ എത്രത്തോളം അതിന് ഡിമാൻഡ് ഉണ്ടാവും എന്ന കാര്യം കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് നേരിട്ട് ചെന്നോ അല്ലെങ്കിൽ സെയിൽസ് എക്സ്പേർട്ടിനെ വിട്ടിട്ടോ നമ്മൾ കളക്ട് ചെയ്യും. അതിനെയാണ് സർവേ മെത്തേഡ് എന്ന് പറയുന്നത്. These methods are very extensively employed for short term forecasting. ഇത് കൂടുതലായിട്ടും ഷോർട്ട് ടേം ഫോർകാസ്റ്റിംഗ് അല്ലെങ്കിൽ കൺസ്യൂമർ ഗുഡ്സ് പ്രൊഡക്ട്സിൻ്റെ ഡിമാൻഡ് ഒക്കെ അളക്കാൻ വേണ്ടി ഫോർകാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഈ സർവേ മെത്തേഡിൻ്റെ കീഴിൽ വരുന്ന 3 മെത്തേഡാണ് ഡയറക്റ്റ് ഇൻ്റർവ്യൂ മെത്തേഡ്, ഒപ്പീനിയൻ സർവേ മെത്തേഡ് ആൻഡ് ഡെൽഫി മെത്തേഡ്. ഡയറക്റ്റ് ഇൻ്റർവ്യൂ എന്ന് വെച്ചാൽ എന്താണ്?
നമ്മൾ നേരെ തന്നെ പ്രോസ്പെക്റ്റീവ് കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് ചെന്ന് ഇൻ്റർവ്യൂ ചെയ്യുന്നു അല്ലേ, അതാണ് ഫ്യൂച്ചർ ഡിമാൻഡിനെ പറ്റി ചോദിക്കുന്നു. ദിസ് മെത്തേഡ് ഇംപ്ലൈ കളക്ഷൻ ഓഫ് ഇൻഫോർമേഷൻ റിലേറ്റിംഗ് ടു ഫ്യൂച്ചർ ഡിമാൻഡ് ഫോർ ദ പ്രോഡക്റ്റ് ഡയറക്റ്റ്ലി ഫ്രം ദ പ്രോസ്പെക്റ്റീവ് കസ്റ്റമേഴ്സ്. അതാണ് ഡയറക്റ്റ് ഇൻ്റർവ്യൂ മെത്തേഡിൽ വരുന്നത്. ഇനി the method of collecting details of demand from all the potential customers is known as the census of complete enumeration method of demand forecasting. അപ്പോൾ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗിൻ്റെ സെൻസസ് ഓഫ് കംപ്ലീറ്റ് എന്യൂമറേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്? മെത്തേഡ് ഓഫ് കളക്ടിങ് ഡീറ്റെയിൽസ് ഓഫ് ഡിമാൻഡ് ഫ്രം ഓൾ ദ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ്. എല്ലാവരുടെ അടുത്തു നിന്നും, എല്ലാ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിൻ്റെ അടുത്തു നിന്നും ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുന്നത്. അതിനെയാണ് സെൻസസ് ഓഫ് കംപ്ലീറ്റ് എന്യൂമറേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി വേറെ ഒരെണ്ണം ഉണ്ട്. The forecast is made on the basis of detail collected from a selected group of potential customer. ഒരു സെലക്റ്റഡ് ഗ്രൂപ്പ് ഓഫ് പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ നിന്നാണ് നമ്മൾ ഡീറ്റെയിൽ കളക്ട് ചെയ്യുന്നതെങ്കിൽ അതിനെ എന്ത് പറയും? അതിനെ സാമ്പിൾ സർവേ മെത്തേഡ് എന്ന് പറയും. അപ്പോൾ കംപ്ലീറ്റ് എന്യൂമറേഷൻ മെത്തേഡുമുണ്ട്, സാമ്പിൾ സർവേ മെത്തേഡുമുണ്ട്. ഓക്കെ, അപ്പോൾ ഡയറക്റ്റ് ഇൻ്റർവ്യൂ ആണ് നമ്മൾ പറഞ്ഞത്. ഇനി രണ്ടാമത്തത് സർവേ മെത്തേഡിൽ രണ്ടാമത്തതാണ് ഒപ്പീനിയൻ സർവേ മെത്തേഡ് എന്ന് പറയുന്നത്. ഇത് വെരി സിമ്പിൾ മെത്തേഡാട്ടോ. ഒപ്പീനിയൻ സർവേ എന്ന് പറയുന്നത് വെരി സിമ്പിൾ മെത്തേഡാണ്. കുറച്ച് മിനിമം സ്റ്റാറ്റിസ്റ്റിക്കൽ വർക്ക് മാത്രമേ ഇതിനാവശ്യമുള്ളൂ. എന്താ നോക്കി, in this method the demand forecasting is made by analyzing the opinion of dealers, salesmen and other sales experts. അതായത് ആ പ്രോഡക്റ്റ് ഡീൽ ചെയ്യുന്ന ഡീലേഴ്സ്, സെയിൽസ്മാൻ, പിന്നെ എന്താണ് സെയിൽസ് എക്സ്പേർട്സ്, ഹോൾസെയിലേഴ്സ്, റീറ്റെയിലേഴ്സ്, അവരുടെ അടുത്ത് നിന്ന് നമ്മൾ ഒപ്പീനിയൻ കളക്ട് ചെയ്യുന്നു. അതിനെയാണ് ഒപ്പീനിയൻ സർവേ മെത്തേഡ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ ഏറ്റവും അടുത്തായിട്ട്, ഇപ്പോൾ റീറ്റെയിലേഴ്സ് കസ്റ്റമേഴ്സിൻ്റെ തൊട്ടടുത്തല്ലേ, അപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ വെരി ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്ന് നമ്മൾ ഇൻഫോർമേഷൻ കളക്ട് ചെയ്യുന്നതിനെയാണ് ഒപ്പീനിയൻ സർവേ മെത്തേഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത് സിമ്പിൾ മെത്തേഡാണ്, പിന്നെ മിനിമം സ്റ്റാറ്റിസ്റ്റിക്കൽ വർക്ക് മതി എന്നൊക്കെ പറയുന്നത്. പിന്നെ ഇതിലൊരു പോരായ്മ എന്ന് വെച്ചാൽ ഒപ്പീനിയൻ സർവേ മെത്തേഡിലൊരു പോരായ്മ എന്തായിരിക്കും? പേഴ്സണൽ ബയാസ് ഒക്കെ വരാം അല്ലേ. ഇപ്പോൾ സെയിൽസ്മാനിൻ്റെ പേഴ്സണൽ ബയാസ് അല്ലെങ്കിൽ പേഴ്സണൽ പ്രെജുഡിസസ് ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഈ ഒപ്പീനിയൻ സർവേ മെത്തേഡിൽ ഉണ്ട്. അടുത്ത മെത്തേഡാണ് ഡെൽഫി മെത്തേഡ്. ഡെൽഫി മെത്തേഡ് എന്ന് പറയുന്നത് ഒപ്പീനിയൻ സർവേ മെത്തേഡിൻ്റെ ഒരു മോഡിഫൈഡ് ഫോമാണ്. ഒപ്പീനിയൻ സർവേ മെത്തേഡിൽ നമ്മൾ പഠിച്ചു ഡീലേഴ്സ്, സെയിൽസ്മാൻ, അവരുടെയൊക്കെ ഒപ്പീനിയൻസ് ആണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. അവിടെ പേഴ്സണൽ ബയാസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഈ മെത്തേഡ് ഒപ്പീനിയൻ സർവേ മെത്തേഡ് എന്ന് പറയുന്നത് സിമ്പിളുമാണ്, മിനിമം സ്റ്റാറ്റിസ്റ്റിക്കൽ വർക്കൊക്കെ മതി എന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ ആ ഒപ്പീനിയൻ സർവേ മെത്തേഡിൻ്റെ തന്നെ ഒരു മോഡിഫൈഡ് ഫോമാണ് ഇത് ഡെൽഫി മെത്തേഡ് എന്ന് പറയുന്നത്. ഡെൽഫി മെത്തേഡ് ബേസ് ചെയ്തിരിക്കുന്നത് ദ കൺസെൻസസ് എമംഗ് എക്സ്പേർട്സിൻ്റെ ഇടയിലുള്ള ഒരു പൊതുസമ്മതം, എന്താണ് ഒരു പൊതു ഐക്യം, ഒരു ഒപ്പീനിയനോടുള്ള ഐക്യം നോക്കിയിട്ടാണ് ഇവിടെ ഡെൽഫി മെത്തേഡിൽ പറയുന്നത്. എ ടീം ഓഫ് എക്സ്പേർട്സ് ആർ ആസ്ക്ഡ് ടു ഗിവ് ദെയർ ഒപ്പീനിയൻ and after evaluation of the opinion each one is asked to comment on the opinion of others supported by reason. ഓരോ എക്സ്പേർട്സിനോട് അല്ലെങ്കിൽ ടീം ഓഫ് എക്സ്പേർട്സിനോട് അവരുടെ ഒപ്പീനിയൻ പറയാൻ, അവരുടെ ഒപ്പീനിയൻ ആണ് ചോദിക്കുന്നത്. എന്നിട്ടോ ഓരോ ഒപ്പീനിയനും സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള റീസൺസും ഉണ്ടായിരിക്കണം. വെൻ ദ പ്രോസസ് ഈസ് റിപ്പീറ്റഡ് ഓഫൺ എ കൺസെൻസസ് എമംഗ് ദം എമർജസ്. ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുമ്പോൾ അവരുടെ ഇടയിൽ നിന്ന് നമുക്ക് പൊതുവായിട്ട് ഒരു ഇത് കിട്ടും. ഇപ്പോൾ ഡിമാൻഡ് ഫോർകാസ്റ്റിങ്ങിൻ്റെ കാര്യമായാലും പൊതുവായിട്ട് നമുക്കൊരിത് കിട്ടും. It is suitable for long term forecasting, especially for manpower planning. ഇത് ലോങ് ടേം ഫോർകാസ്റ്റിംഗിനാണ് ഇത് ഡെൽഫി മെത്തേഡ് യൂസ് ചെയ്യുന്നത്. നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഡെൽഫി മെത്തേഡ് യൂസ് ചെയ്യുന്നത് സ്യൂട്ടബിൾ ഫോർ ലോങ് ടേം ഫോർകാസ്റ്റിംഗ് ആണ്. അപ്പോൾ കൺസെൻസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പൊതുവായിട്ടുള്ള ഒരു ഐക്യം. അപ്പോൾ ഈ എക്സ്പേർട്സ് തമ്മിൽ പൊതുവായിട്ടൊരു ഐക്യത്തിൽ നിന്ന് നമുക്ക് ഈ മെത്തേഡ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അവരുടേതായ ഒരു രീതിയിൽ ഇങ്ങനെയൊക്കെ ചെയ്യാം, ഡിമാൻഡ് ഫോർകാസ്റ്റ് എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഓക്കെ, ഒരു പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ കാണാൻ വേണ്ടിയിട്ടാണ് ഈ പാനൽ ഓഫ് എക്സ്പേർട്ടിനെ നമ്മൾ ചൂസ് ചെയ്യുന്നത്. ഡെൽഫി മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു പാനൽ ഓഫ് എക്സ്പേർട്സ് ഉണ്ടാവും. ആ പാനൽ ഓഫ് എക്സ്പേർട്സിനെ വച്ചുകൊണ്ട് ഒപ്പീനിയൻസ് കളക്ട് ചെയ്ത് ആ ഒപ്പീനിയൻസ്, അവർ പറയുന്ന ഒപ്പീനിയൻ സപ്പോർട്ട് ചെയ്യത്തക്ക രീതിയിലുള്ള റീസൺസും പറഞ്ഞിട്ടാണ്. എന്നിട്ട് ഈ പ്രോസസ്സ് നമ്മൾ എന്ത് ചെയ്യും? റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. പിന്നെ ഇവിടെ വേറൊരു കാര്യമുള്ളത്, നമുക്ക് ഈ ഓരോ എക്സ്പേർട്ടിൻ്റെ ഐഡൻറ്റിറ്റി നമ്മൾ റിവീൽ ചെയ്യില്ല. അതുകൊണ്ട് തന്നെ പേഴ്സണൽ ബയാസോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇവിടെ ഉണ്ടാവില്ല കേട്ടോ. ഈഗോയോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ ഡെൽഫി മെത്തേഡ് ഇടയ്ക്ക് ചോദിക്കാറുള്ളതാണ്. എന്തായിട്ട് കണക്ട് ചെയ്ത് വയ്ക്കുക?
ഡെൽഫി ഒരു പാനൽ ഓഫ് എക്സ്പേർട്സിനെ വെച്ചിട്ട് ഉള്ള ഒരു ഒപ്പീനിയൻ സർവേ മെത്തേഡിൻ്റെ തന്നെ മോഡിഫൈഡ് ഫോം ആണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ഒപ്പീനിയൻ സർവേ എന്ന് പറയുന്നത് സെയിൽസ്മാൻ ഡീലേഴ്സിൻ്റെ അടുത്ത് പോയി നമ്മൾ ചോദിക്കുന്നു. പക്ഷേ ഡെൽഫി എന്ന് പറയുന്ന എക്സ്പേർട്സിൻ്റെ അടുത്താണ് ചോദിക്കുന്നത്. ഓക്കെ, അങ്ങനെയുള്ള കാര്യമായിട്ട് ഡെൽഫി മെത്തേഡ് ഓർത്ത് വയ്ക്കുക. പിന്നെ ലോങ് ടേം ഫോർകാസ്റ്റിങ്ങിനാണ് ഇത് കൂടുതലായിട്ടും സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ പഠിച്ചത് ഏതാണ്? സർവേ മെത്തേഡ്. സർവേ മെത്തേഡ് കീഴിൽ വരുന്നതാണ് ഡയറക്റ്റ് ഇൻ്റർവ്യൂ മെത്തേഡും ഒപ്പീനിയൻ സർവേ മെത്തേഡും ഡെൽഫി മെത്തേഡ്. ഇനി സെക്കൻഡ് പോയിന്റ് ആണ് മാർക്കറ്റ് സ്റ്റഡീസ് ആൻഡ് എക്സ്പെരിമെൻറ്റ് മെത്തേഡ്. മാർക്കറ്റ് സ്റ്റഡി ആൻഡ് എക്സ്പെരിമെൻറ്റ് മെത്തേഡ് എന്തായിരിക്കും മാർക്കറ്റ് സ്റ്റഡിയിൽ പറയുന്നത്? This method try to find out the reaction of the customer under different market condition and help to estimate elasticity coefficient of some important demand determinant like price, advertisement, etc. അതായത് കസ്റ്റമേഴ്സിൻ്റെ റിയാക്ഷൻസ് പല മാർക്കറ്റ് കണ്ടീഷനിലും കസ്റ്റമേഴ്സിൻ്റെ റിയാക്ഷൻ എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. അതാണ് ഈ മെത്തേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, മാർക്കറ്റിനെ സ്റ്റഡി ചെയ്യുക. ഓക്കെ, പിന്നെയോ ഡിമാൻഡ് ഡിറ്റർമിനൻസ് ഏതൊക്കെയാണ്? പ്രൈസ്, അഡ്വർടൈസ്മെൻറ്റ്, ഇൻകം, അതൊക്കെ എസ്റ്റിമേറ്റ് ചെയ്ത് ഇലാസ്റ്റിസിറ്റി മനസ്സിലാക്കാനും സാധിക്കും. ഇനി the market in which experiments are conducted may be actual or stimulated. The stimulated market is an artificial market consisting of some selected customers. Simulated market also called consumer clinics. അപ്പോൾ നമ്മൾ മാർക്കറ്റ് സ്റ്റഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ പറഞ്ഞു അല്ലേ, കസ്റ്റമേഴ്സിൻ്റെ ഡിഫറെൻറ്റ് മാർക്കറ്റ് കണ്ടീഷനിലുള്ള കസ്റ്റമേഴ്സിൻ്റെ റിയാക്ഷനെ പറ്റി പഠിക്കുന്നതാണെന്ന് പറഞ്ഞു. ഇനി നമ്മൾ എക്സ്പെരിമെൻറ്റ് മെത്തേഡിൽ വരുമ്പോൾ എന്താണ് നോക്കുന്നത്? ഇവിടെ ഒരു മാർക്കറ്റിൻ്റെ ഇത് ആക്ച്വലായിട്ടും സ്റ്റിമുലേറ്റ് ആയിട്ടും ദ മാർക്കറ്റ് ഇൻ വിച്ച് എക്സ്പെരിമെൻറ്റ്സ് ആർ കണ്ടക്റ്റഡ് മേ ബി ആക്ച്വൽ ആവാം അല്ലെങ്കിൽ സ്റ്റിമുലേറ്റഡ് ആവാം. സിമുലേറ്റഡ് എന്ന് പറയുന്നതിന് വേറൊരു രീതിയിൽ കൺസ്യൂമർ ക്ലിനിക് എന്നും അറിയപ്പെടും. അതായത് ഒരു ആർട്ടിഫിഷ്യൽ മാർക്കറ്റ്, കുറച്ച് സെലക്റ്റഡ് കസ്റ്റമേഴ്സുള്ള ഒരു ആർട്ടിഫിഷ്യൽ മാർക്കറ്റാണ് സിമുലേറ്റഡ് മാർക്കറ്റ് എന്ന് പറയുന്നത്. സെലക്റ്റഡ് കസ്റ്റമേഴ്സ് ഉള്ള ആർട്ടിഫിഷ്യൽ മാർക്കറ്റാണ് സിമുലേറ്റഡ് മാർക്കറ്റ്. സിമുലേറ്റഡ് മാർക്കറ്റിൻ്റെ വേറൊരു പേരാണ് കൺസ്യൂമർ ക്ലിനിക്സ്. ഇവിടെ ഹിയർ ദ കസ്റ്റമേഴ്സ് ആർ പ്രൊവൈഡഡ് വിത്ത് നെസസറി ക്യാഷ് ആൻഡ് ആസ് ടു സ്പെൻഡ് ഇറ്റ് ഓൺ കോമ്പീറ്റിംഗ് പ്രോഡക്റ്റ്. അവർക്ക് കസ്റ്റമേഴ്സിന് കുറച്ച് ക്യാഷ് കൊടുത്തിട്ട് എന്ത് ചെയ്യുക, അത് പ്രോഡക്റ്റ് വാങ്ങിക്കാൻ വേണ്ടി സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പറയും. Often the prices of these products and packing and other promotional techniques are changed to study the change in the demand for the products. ഇവിടെ പാക്കിംഗ് നമുക്കറിയാം അല്ലേ, നല്ല പാക്കൊക്കെ ആണെങ്കിൽ നമ്മൾ കൂടുതലും അട്രാക്ഷൻ വരും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നോക്കുന്നതായിരിക്കും. മൂന്നാമത്തെ പോയിന്റ് ആണ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ്. സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് ഏതൊക്കെയാണ്? ഡിമാൻഡ് ഫോർകാസ്റ്റിങ്ങിനുള്ള ഇമ്പോർട്ടൻറ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് നമുക്ക് പഠിക്കാം. ഒന്നാമത്തേതാണ് ട്രെൻഡ് പ്രൊജക്ഷൻ മെത്തേഡ്. This method is also called time series analysis method. Trend projection methodന്റെ വേറെ പേരെന്താണ്? Time series analysis method എന്നാണ്. Time series analysis method. Under this method, a firm which has been in existence for quite some time can present its past sale in chronological order. The chronologically arranged data is called time series and it gives sales trend. അതായത് ഇതൊരു മെത്തേഡ്. ഈ മെത്തേഡിൽ ഒരു ഫേം എന്ത് ചെയ്യും, പണ്ടുണ്ടായ പാസ്റ്റ് സെയിൽസ് ക്രോണോളജിക്കൽ ഓർഡറിലാക്കും. The firm which has been in existence for quite some time can present its past sale in chronological order. എന്നിട്ട് ആ ക്രോണോളജിക്കലി അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്ന ആ ഡേറ്റേനെ നമ്മൾ എന്ത് പറയും? ടൈം സീരീസ് എന്ന് പറയും. അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സെയിൽസ് ട്രെൻഡ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അല്ലേ. This trend will shows the rate of change in sale in past, help to forecast future sale. അപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് സെയിൽസ് ട്രെൻഡ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് ഫ്യൂച്ചറിൽ ഏകദേശം എങ്ങനെ വരും എന്നൊരു ഐഡിയ കിട്ടും അല്ലേ. ഫ്യൂച്ചറിലെ ട്രെൻഡ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അതാണിവിടെ ട്രെൻഡ് പ്രൊജക്ഷൻ മെത്തേഡിൽ പറയുന്നത്. The effect of short-term fluctuations on trend setting can be avoided by the method of least squares and moving averages. എന്തെങ്കിലും ഷോർട്ട് ടൈം ഫ്ലക്ച്വേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ലീസ്റ്റ് സ്ക്വയേഴ്സ് ആൻഡ് മൂവിങ് ആവറേജ് മെത്തേഡ് വെച്ച് നമുക്ക് അവോയ്ഡ് ചെയ്യാനും സാധിക്കും. ഇപ്പോൾ ട്രെൻഡ് പ്രൊജക്ഷൻ മെത്തേഡ് എന്ന് വെച്ചാൽ എന്താണ്? പാസ്റ്റ് സെയിൽസ്, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പാസ്റ്റ് സെയിൽസ് നമ്മളിപ്പോൾ ഒരു കുറച്ച് വർഷത്തെ സെയിൽസിൻ്റെ ട്രെൻഡ് എങ്ങനെയാണെന്ന് നമ്മൾ നോക്കി. അപ്പോൾ നോക്കി കഴിയുമ്പോൾ നമുക്ക് ഏകദേശം അറിയാം സെയിൽസ് കൂടുകയാണോ കുറയുകയാണോ എന്നുള്ളത് മനസ്സിലാവും. അത് വെച്ച് നമുക്ക് ഫോർകാസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പോൾ അതാണ് ട്രെൻഡ് പ്രൊജക്ഷൻ മെത്തേഡിൽ പറയുന്നത്.
അപ്പോൾ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡാണ് പഠിക്കുന്നത്. അതെന്തുമായി ബന്ധപ്പെട്ട ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് മെത്തേഡ് അല്ലെങ്കിൽ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ടെക്നിക്കാണ്. ഇനി സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡിലെ രണ്ടാമത്തേതാണ് കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ അനാലിസിസ് എന്ന് പറയുന്നത്. These two statistical tools are very useful for forecasting. Correlation analysis deals with the ascertainment of the degree of relationship that exists between two or more variables. രണ്ടോ അതിൽ കൂടുതലോ ഉള്ള വേരിയബിൾസിൻ്റെ ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടി, അനലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് കോറിലേഷൻ, അല്ലേ? Hence, this technique can be used to determine the relation between demand and various demand determinants. അതുകൊണ്ട് തന്നെ ഡിമാൻഡിൽ എങ്ങനെ അത് യൂസ് ചെയ്യാൻ പറ്റും? ഡിമാൻഡിൻ്റെ പല ഡിറ്റർമിനൻസ് ആയ പ്രൈസ്, ഇൻകം, അഡ്വർടൈസ്മെൻ്റ് ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യാൻ, അവരുടെ റിലേഷൻഷിപ്പ് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി കോറിലേഷൻ നമുക്ക് ഡിമാൻഡ് ഫോർകാസ്റ്റിങ്ങിൽ യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇനി റിഗ്രഷൻ എന്താ? Once the relationship between two or more variables is clearly defined, we can estimate the value of an unknown dependent variable from the given independent variable. നമുക്ക് കുറച്ച് വേരിയബിൾസിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ വച്ചുകൊണ്ട് ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ, അൺനോൺ ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൻ്റെ വാല്യൂ നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതിനെയാണ് നമ്മൾ റിഗ്രഷൻ അനാലിസിസ് എന്ന് പറയുന്നത്. ദിസ് ടെക്നിക് ഓഫ് എസ്റ്റിമേറ്റിംഗ് ആൻഡ് അൺനോൺ വേരിയബിൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നതിന് നമ്മൾ എന്ത് പറയും? റിഗ്രഷൻ എന്ന് പറയും. ഓക്കെ, അപ്പോൾ പ്രൈസ് കുറയുന്നു എന്ന് നമുക്കറിയാം. അപ്പോൾ അത് വെച്ച് നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? ഡിമാൻഡിന് എന്ത് സംഭവിക്കുന്നു എന്ന് കണ്ടുപിടിക്കാം, അല്ലേ? പ്രൈസ് കുറയുമ്പോൾ സാധാരണ നോർമൽ ഗുഡ് ആണെങ്കിൽ ഡിമാൻഡിന് എന്ത് സംഭവിക്കും? അപ്പോൾ അതാണ് റിഗ്രഷൻ അനാലിസിസ് എന്ന് വരുന്നത്. അപ്പോൾ കോറിലേഷൻ എന്ന് പറയുന്നത് ടു ഓർ മോർ വേരിയബിൾസ് വെച്ചുകൊണ്ട് അതിൻ്റെ റിലേഷൻഷിപ്പ്, ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പ് അസർട്ടൈൻ ചെയ്യുന്നതിനെയാണ് കോറിലേഷൻ എന്ന് പറയുന്നത്. റിഗ്രഷൻ എന്ന് പറയുന്നതോ ഒരു നോൺ വേരിയബിൾ വെച്ചുകൊണ്ട് അൺനോൺ വേരിയബിൾ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നതിനെയാണ് റിഗ്രഷൻ അനാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡിലെ മൂന്നാമത്തെ ടെക്നിക്കാണ് ബാരോമെട്രിക് ടെക്നിക്ക്. It is a method used to predict the directions of future changes based on present event. Present event വെച്ചുകൊണ്ട് ഫ്യൂച്ചർ ചേഞ്ചസിൻ്റെ ഡയറക്ഷൻ ഒക്കെ പ്രെഡിക്റ്റ് ചെയ്യുന്നതാണ് ഇത് ബാരോമെട്രിക് ടെക്നിക് എന്ന് പറയുന്നത്. അണ്ടർ ബാരോമെട്രിക് മെത്തേഡ് ഫ്യൂച്ചർ ഇവൻറ്റ്സ് ലൈക്ക് ഇൻഫ്ലേഷൻ, ഡിപ്രഷൻ ആർ ഫോർകാസ്റ്റഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് റെലവൻറ്റ് ഇക്കണോമിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് സ്റ്റാറ്റിസ്റ്റിക്കൽ ആൻഡ് ഇക്കണോമിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് വെച്ചുകൊണ്ട് നമ്മൾ ഇൻഫ്ലേഷൻ, ഡിപ്രഷൻ എന്നീ കാര്യങ്ങൾ ഫോർകാസ്റ്റ് ചെയ്യുന്നു. ഇൻഡിക്കേറ്റേഴ്സ് റെഫർ ടു പ്രസൻറ്റ് ലെവൽ ഓഫ് ആക്ടിവിറ്റി ആൻഡ് കണ്ടീഷൻ ദാറ്റ് ഹെൽപ്പ് ടു പ്രഡിക്റ്റ് ഫ്യൂച്ചർ ഇവൻറ്റ്. ഇൻഡിക്കേറ്റർ എന്ന് വെച്ചാൽ എന്താണ്? ഇപ്പോഴത്തെ ഇത് വെച്ച് നമ്മൾ ഫ്യൂച്ചറിലെ കാര്യങ്ങൾ പ്രഡിക്റ്റ് ചെയ്യില്ലേ, അതാണ്. ഇപ്പം എക്സാമ്പിൾ കണ്ടോ? ട്രെൻഡ് ഇൻ ഷെയർ മാർക്കറ്റ്, റെയിൻഫാൾ, സ്റ്റോക്ക് പൊസിഷൻ, അഗ്രികൾച്ചറൽ പ്രൈസ് ഇൻഡെക്സ്, അതൊക്കെ നമുക്ക് എന്താണ്? ഇൻഡിക്കേറ്റേഴ്സിന് എക്സാമ്പിൾ എന്ന രീതിയിൽ പറയാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് എന്ത് ഡിമാൻഡ് ഫോർകാസ്റ്റിങ്ങിൽ നമുക്ക് പഠിക്കാനുള്ളൂ. ഡിമാൻഡ് ഫോർകാസ്റ്റിങ്ങിലും കുറേ കാര്യങ്ങൾ, ഇപ്പോൾ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ പ്രസൻറ്റേഷൻ ഓഫ് എ ഫോർകാസ്റ്റ് ടു ദ മാനേജ്മെൻറ്റ്, അതൊക്കെ നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അതൊന്നും നമുക്ക് ആവശ്യമില്ല. ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ഇതിലെ ടൈപ്സ് അല്ലെങ്കിൽ മെത്തേഡ്സ് ഇമ്പോർട്ടൻ്റ് ആണ്, അതെല്ലാവരും നോക്കാം. പിന്നെ ഇതൊക്കെ നമ്മൾ ഈ ക്ലാസ് കഴിയുമ്പോൾ, അതായത് സിലബസ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ MCQ ക്വസ്റ്റ്യൻസ് ഇട്ട് തരും. അപ്പോൾ ഈ ഡിമാൻഡായിട്ട് ബാക്കി നമ്മുടെ ടെക്സ്റ്റിലുള്ള നമ്മൾ വിശദമായിട്ട് പറയാത്ത ചില കാര്യങ്ങൾ എന്ത് ചെയ്യാം? നമുക്ക് MCQ മോഡലിൽ അതും ഇട്ട് തരാം. അപ്പോൾ അത് ഏകദേശം അതും കറക്റ്റായി മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെയൊക്കെ MCQ ഇട്ട് തരുന്നതാണ്. നമ്മൾ അതിന് മുമ്പ് ചാപ്റ്റേഴ്സും ഒക്കെ ഒന്ന് തീർത്ത് സിലബസ് ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓവറോൾ ആയിട്ട് നമുക്കൊരു ഐഡിയ കിട്ടും എന്തൊക്കെയാണെന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് MCQ ഇടുമ്പോൾ നമുക്കതിൽ നിന്ന് നമ്മൾ ഏതാണ് പഠിക്കാത്തത്, ഏതൊക്കെ പഠിക്കണം എന്നുള്ള കാര്യവും മനസ്സിലാവും. അപ്പം നമ്മൾ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് പ്രൊഡക്ഷൻ ഫംഗ്ഷനാണ്. തിയറി ഓഫ് പ്രൊഡക്ഷൻ എന്ന ടോപ്പിക്കാണ് മൊഡ്യൂളിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കതിനു മുമ്പ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്താണെന്ന് നോക്കാം. എന്താണ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്? The word function in mathematics means the relationship that exists between one dependent variable and one or more independent variable. ഒന്നോ അതിൽ കൂടുതലോ ഉള്ള ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസും ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിളും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്തായിരിക്കും? പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഈസ് ദ ഫങ്ഷണൽ റിലേഷൻഷിപ്പ് അണ്ടർ ദ ഗിവൺ ടെക്നോളജി ബിറ്റ്വീൻ ഫിസിക്കൽ റേറ്റ്സ് ഓഫ് ഇൻപുട്ട്
and output of a firm per unit of time. It shows the maximum quantity of output that can be produced during a particular period with a certain quantity of input under a prevailing state of technology. Production function എന്ന് പറയുന്നത് നമുക്ക് എത്ര ക്വാണ്ടിറ്റി ഇൻപുട്സ് ഉണ്ടോ ആ ഇൻപുട്ട് വെച്ചുകൊണ്ട് മാക്സിമം ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് ഉണ്ടാക്കുക, പ്രൊഡ്യൂസ് ചെയ്യുക. എപ്പോൾ? ഒരു പർട്ടിക്കുലർ പീരീഡിൽ. ഓക്കെ, അപ്പോൾ ഒരു പർട്ടിക്കുലർ പീരീഡിൽ സെർട്ടൺ ക്വാണ്ടിറ്റി ഓഫ് ഇൻപുട്സ് വെച്ചിട്ട് സെർട്ടൺ ക്വാണ്ടിറ്റി ഓഫ് ഇൻപുട്ട് വെച്ചിട്ട് മാക്സിമം ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെയാണ് എന്ത് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതിലൊരു പ്രിവെയിലിംഗ് സ്റ്റേറ്റ് ഓഫ് ടെക്നോളജി ഉണ്ടാവും. ഓക്കെ, it shows the technical relationship between input and output under a given technology. ഒരു ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലുള്ള ടെക്നിക്കൽ റിലേഷൻഷിപ്പാണ് ഇത് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ തിയറി ഓഫ് പ്രൊഡക്ഷൻ എന്ന ടോപ്പിക്കാണ് നമ്മുടെ ഇതിലുള്ളൂ. പക്ഷേ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്താണെന്ന് നിങ്ങളൊന്ന് ഓർത്തു വയ്ക്കുക. ഇനി കോപ്പ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. കോപ്പ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഏതൊക്കെയോ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ദ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഫോർമുലേറ്റഡ് ബൈ C.W. കോബ് ആൻഡ് Paul H. Douglas of USA is popularly known as Cobb-Douglas production function. C.W. കോബും പോൾ എച്ച് ഡഗ്ലസുമാണ് ഇത് ഫോർമുലേറ്റ് ചെയ്തത്. അതിൽ എന്താ പറയുന്നത്? അക്കോർഡിംഗ് ടു ദിസ് ഫംഗ്ഷൻ ദ മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ ഡിക്രീസസ് ആസ് ദ എമൗണ്ട് ഓഫ് ലേബർ ഇൻപുട്ട് ഇൻക്രീസസ് ആൻഡ് ഇറ്റ്സ് ഇൻക്രീസസ് ആസ് ദ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ഇൻക്രീസസ്. കോബ്-ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഒരു രണ്ട് ഇൻപുട്സ് ലേബറും ക്യാപിറ്റലും ആണെന്ന് വിചാരിക്കാം. ഇവിടെ ലേബർ Q ഈക്വൽ കേസ് LC എന്നാണ് പറയുന്നത്. അത് ലേബർ ക്യാപിറ്റൽ, LC എന്ന് പറയുന്നത് ലേബർ ക്യാപിറ്റലാണ്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പം ടെക്നോളജിക്കൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 or more ഇൻപുട്സ് അല്ലേ? ഇപ്പോൾ ലേബറും ക്യാപിറ്റലും ആണെങ്കിൽ അവരുടെ ടെക്നോളജിക്കൽ റിലേഷൻഷിപ്പിൽ നിന്ന് എത്രത്തോളം ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നു, ആ ഇൻപുട്സ് വെച്ച് എത്രത്തോളം ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നു എന്നതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ Q ഈക്വൽ KLC എന്ന് പറയുന്നുണ്ട്. Q എന്ന് പറയുന്നത് ഔട്ട്പുട്ടും K എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിട്ട് കാണിക്കുന്നതാണ്. Lഉം C എന്ന് പറയുന്ന ലേബറും ക്യാപിറ്റലുമാണ്. അപ്പോൾ അതായി ബന്ധപ്പെട്ട് ലേബറിൻ്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. എന്താണ്? ദ മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ ഡിക്രീസസ് ആസ് ദ എമൗണ്ട് ഓഫ് ലേബർ ഇൻപുട്ട് ഇൻക്രീസസ് ആൻഡ് ഇറ്റ്സ് ഇൻക്രീസസ് ആസ് ദ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ഇൻക്രീസസ്. സെയിം തന്നെ വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ദ മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ക്യാപിറ്റൽ ഡിക്രീസസ് ആസ് ദ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ഇൻപുട്ട് ഇൻക്രീസസ്. ക്യാപിറ്റൽ ഇൻപുട്ട് കൂടുമ്പോൾ ക്യാപിറ്റൽ മാർജിനൽ പ്രൊഡക്റ്റ് എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു. ലേബറിൻ്റെ കാര്യവും ഇതിൻ്റെ കാര്യമാണ് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എന്താ പറയുക, ലേബർ ഒരു പെർസെൻറ്റേജ് കൂടിയെന്ന് വിചാരിക്കാം. അപ്പോൾ ഔട്ട്പുട്ട് എന്ത് 3 ടൈംസ് അത് കൂടാൻ വേണ്ടി സഹായിക്കും എന്നാണ് പറയുന്നത്. 1% ഇൻക്രീസ് ഇൻ ലേബർ വിൽ ഇൻക്രീസ് ഔട്ട്പുട്ട് 3 times as much as would 1% ഇൻക്രീസ് ഇൻ ക്യാപിറ്റൽ. ഇപ്പോൾ ക്യാപിറ്റലും ലേബറുമാണ് ഇവിടെ പറയുന്നതെന്നൊന്ന് ജസ്റ്റ് ഓർത്തിരിക്കാം. പിന്നെ കോബ്-ഡഗ്ലസിൻ്റെ ലിമിറ്റേഷനായിട്ട് പറയുന്നത് 2 ഫാക്ടറാണ് കോംപ്ലക്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഏതൊക്കെയാണ്? ലേബറും ക്യാപിറ്റലുമാണ്. ഓക്കെ, വേറെ ഇൻപുട്സ് ഒക്കെ ഉണ്ട്, അതൊന്നും ഇപ്പോൾ റോ മെറ്റീരിയൽ അതൊന്നും കോബ്-ഡഗ്ലസ് അവരുടെ ഫംഗ്ഷനിലേക്ക് എടുക്കുന്നില്ല എന്നാണ് പറയുന്നത്. അതൊക്കെയാണ് ലിമിറ്റേഷൻസ് എന്ന രീതിയിൽ പറയുന്നത്. ഇനി ലോ ഓഫ് പ്രൊഡക്ഷൻ ആണ് നമുക്ക് നോക്കാനുള്ളത്. ലോസ് ഏതൊക്കെയാണ്? The input-output relation varies with time. Short-run production function is different from long-run production function. It is because in the short run, some inputs like land and capital are fixed and some other input like labor are variable. ഷോർട്ട് റണ്ണിൽ ഏതൊക്കെയായിരിക്കും ഫിക്സഡ്? ലാൻഡ് ക്യാപിറ്റലൊക്കെ ഫിക്സഡ് ആയിരിക്കും, ലേബർ വേരിയബിൾ ആയിരിക്കും. പക്ഷേ ലോങ് റണ്ണിലോ, ബട്ട് ഇൻ ദ ലോങ് റൺ ഓൾ ഇൻപുട്സ് ആർ വേരിയബിൾ, എല്ലാം വേരിയബിൾ ആയിരിക്കും. ഇനി നമുക്കിവിടെ ലോസ് ഓഫ് പ്രൊഡക്ഷനിൽ പഠിക്കാനുള്ളത് ഏതാ? ഓക്കെ, ദ ലോ ഓഫ് പ്രൊഡക്ഷൻ ഇൻ ദ ഷോർട്ട് റൺ. Law of production deal with the production function in the short run and the long run. The law of production in the short run is known as law of diminishing returns or law of variable proportion. ഷോർട്ട് റണ്ണിലെ ലോ ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയും? ലോ ഓഫ് ഡിമിനിഷിങ് റിട്ടേൺ അല്ലെങ്കിൽ ലോ ഓഫ് വേരിയബിൾ പ്രപ്പോർഷൻ എന്നാണ് പറയുന്നത്.
The law of production in the long run is known as law of return to scale എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഡിമിനിഷിങ് റിട്ടേൺ അല്ലെങ്കിൽ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷനും വരുന്നുണ്ട്, ലോങ് റണ്ണിലാണെങ്കിൽ ലോ ഓഫ് റിട്ടേൺ ടു സ്കെയിലും വരുന്നുണ്ട്. ഇത് രണ്ടുമാണ് ലോസ് ഓഫ് പ്രൊഡക്ഷനിൽ വരുന്നത്. ലോ ഓഫ് ഡിമിനിഷിങ് റിട്ടേൺ ഓർ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ, ഇത് നമ്മൾ ഇക്കണോമിക്സിലും പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. ഇക്കണോമിക്സിലും ഇത് തന്നെ വന്നിട്ടുണ്ട്. എന്താണ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞതിൻ്റെ കൂടെ അത് വന്നിട്ടുണ്ട്. ഇക്കണോമിക്സ് നമ്മുടെ +1 ആണോ +2 ആണോ ടെക്സ്റ്റിലുണ്ട്, കൂടാതെ ബികോമിൽ ടെക്സ്റ്റിലും ഉണ്ട് കേട്ടോ. 6th സെം പ്രിൻസിപ്പിൾ ഓഫ് ബിസിനസ് ഡിസിഷൻ എന്ന ടെക്സ്റ്റിലും ഇത് കൊടുത്തിട്ടുണ്ട്. ലോ ഓഫ് ഡിമിനിഷിങ് റിട്ടേൺസ് ഓർ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ. The law of diminishing return is one of the fundamental law of economics. The law explains the input-output relation when the output is increased by putting more and more unit of one variable input. ഒരു വേരിയബിൾ ഇൻപുട്ട് കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ, ഒരു വേരിയബിൾ ഇൻപുട്ട് മോർ ആൻഡ് മോർ യൂണിറ്റ്സ് ഓഫ് വേരിയബിൾ ഇൻപുട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഔട്ട്പുട്ടിൽ ഉണ്ടാവുന്ന ചേഞ്ച്. ഓക്കെ, the law explains the input-output relation when the output is increased. Output എങ്ങനെയാണ് ഇൻക്രീസ് ചെയ്യുന്നത്? By putting more and more units of one variable input. The law states that when additional unit of a variable factor are applied to the fixed factors of production, after a certain point, each successive unit of the variable factor being forth a less than proportionate increase in total output. ഇത്ര ആലോചിക്കുക, നമ്മൾ ഒരു വേരിയബിൾ ഇൻപുട്ട് മോർ ആൻഡ് മോർ യൂണിറ്റ്സ് വേരിയബിൾ ഇൻപുട്ട് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഔട്ട്പുട്ടിൽ ഉണ്ടാകുന്ന ഇൻക്രീസ്, അപ്പോൾ ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലുള്ള റിലേഷനാണ് ലോ ഓഫ് ഡിമിനിഷിങ് റിട്ടേൺ അല്ലെങ്കിൽ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷനിൽ പറയുന്നത്. ലോ ഓഫ് ഡിമിനിഷിങ് റിട്ടേൺ ഒക്കെ നമുക്ക് ഗ്രാഫ് വരച്ച് പഠിക്കാനുണ്ടായിരുന്നു എക്കണോമിക്സിൽ. അപ്പോൾ ഗ്രാഫ് നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ അത് നോക്കുവാണെങ്കിൽ ഒരു പെട്ടെന്ന് തന്നെ മനസ്സിലാവും. നമുക്കിങ്ങനെ എന്താണ് സ്റ്റേജൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ TP എന്ത് സംഭവിക്കും, AP MP എന്നുള്ള കാര്യങ്ങളൊക്കെ ഓർക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്കിപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞു പോവാം. ഇപ്പോൾ വേറൊരു രീതി പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ വേരിയബിൾ ഇൻപുട്ട് ആഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ TP അതായത് ടോട്ടൽ പ്രൊഡക്റ്റ് കൂടും. പക്ഷെ ഒരു സെർട്ടൺ പോയിന്റ് കഴിയുമ്പോൾ AP അഥവാ ആവറേജ് പ്രൊഡക്റ്റും മാർജിനൽ പ്രൊഡക്റ്റും താഴേക്ക് ഡിക്രീസ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. ഈ ഗ്രാഫിൻ്റെ പിക്ചർ ഞാൻ എന്ത് ചെയ്യാം, നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിലേക്ക് ഈ പിക്ചർ മാത്രമായിട്ട് ഇടാം കേട്ടോ. ഈ PDF ആഡ് ചെയ്യാൻ പറ്റിയില്ല, പിക്ചർ മാത്രമായിട്ട് ഇടാം. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. ഇങ്ങനെ 3 സ്റ്റേജായിട്ട് ഇപ്പോൾ TP ഇൻക്രീസ് ചെയ്യുന്നു, ഒരു സെർട്ടൺ പോയിന്റ് കഴിയുമ്പോൾ AP MPയും താഴേക്ക് വരുന്നു എന്ന കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതേതാണ് നമ്മൾ പഠിച്ച ലോ ഓഫ് ഡിമിനിഷിങ് റിട്ടേൺ അല്ലെങ്കിൽ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ ആണ് പഠിച്ചത്. ഇനി രണ്ടാമത്തെ ലോയാണ് ലോ ഓഫ് റിട്ടേൺ ടു സ്കെയിൽ. ലോ ഓഫ് റിട്ടേൺ ടു സ്കെയിൽ ഏതുമായി ബന്ധപ്പെട്ടതാ? ലോങ് ടേമുമായി ബന്ധപ്പെട്ടതാണ്. The law of return to scale explain how a simultaneous and a proportionate increase in all the input affect the total output. എല്ലാ ഇൻപുട്ടിൻ്റെയും ഒരു ഇൻക്രീസ് എങ്ങനെയാണ് ടോട്ടൽ ഔട്ട്പുട്ടിനെ അഫക്റ്റ് ചെയ്യുന്നത്? ഒരു പ്രൊപ്പോർഷനേറ്റ് ഇൻക്രീസ് ആയിരിക്കും എല്ലാ ഇൻപുട്ടിനും. അതെങ്ങനെ ടോട്ടൽ ഔട്ട്പുട്ടിനെ അഫക്റ്റ് ചെയ്യും എന്ന് കാണിക്കുന്നതാണ് ഇത് ലോ ഓഫ് റിട്ടേൺ ടു സ്കെയിലിൽ പറയുന്നത്. The increase in output may be proportionate or more than proportionate or less than proportionate. ഔട്ട്പുട്ടിൻ്റെ ഇൻക്രീസ് ഒന്നെങ്കിൽ പ്രൊപ്പോർഷനേറ്റ് ആവാം, ഇൻപുട്ടിനനുസരിച്ച് പ്രൊപ്പോർഷനേറ്റ് ആവാം, അല്ലെങ്കിലോ മോർ ദാനും ആവാം, ലെസ് ദാനും ആവാം. If the increase in output is more than proportionate to increase input, it is increasing return to scale. ഔട്ട്പുട്ടിൻ്റെ ഇൻക്രീസ് എന്ന് പറയുന്നത് പ്രൊപ്പോർഷനേറ്റിനേക്കാളും കൂടുതലാണെങ്കിൽ നമ്മൾ അതിനെ ഇൻക്രീസിങ് റിട്ടേൺ ടു സ്കെയിൽ എന്ന് പറയും. ഇഫ് ഇറ്റ് ഈസ് പ്രൊപ്പോർഷനേറ്റ് ദെൻ ഇറ്റ് ഈസ് കോൺസ്റ്റൻറ്റ്. പ്രൊപ്പോർഷനേറ്റ് ആണ്, കറക്റ്റ് റേഷ്യോ ആണെങ്കിൽ അതിനെ കോൺസ്റ്റൻറ്റ് റിട്ടേൺ ടു സ്കെയിൽ എന്നും, അത് കുറവാണെങ്കിൽ അതിനെ ഡിമിനിഷിങ് റിട്ടേൺ ടു സ്കെയിൽ എന്നുമാണ് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ് ഇൻക്രീസിങ് റിട്ടേൺ ടു സ്കെയിൽ, എന്താണ് ഡിമിനിഷിങ്, എന്താണ് കോൺസ്റ്റൻറ്റ്, അതാണ് പറയുന്നത്. 3 കാര്യങ്ങൾ. എന്തായിരുന്നു ഇൻക്രീസിങ് എന്ന് പറയുന്നത്? ഇൻക്രീസിങ് റിട്ടേൺ ടു സ്കെയിൽ റെഫർ ടു ഇൻക്രീസ് ഇൻ പ്രൊഡക്ടിവിറ്റി. ഇറ്റ് ഒക്കേഴ്സ് വെൻ ദ ഇൻക്രീസ് ഇൻ ഔട്ട്പുട്ട് ഈസ് മോർ ദാൻ പ്രൊപ്പോർഷനേറ്റ് ടു ഇൻക്രീസ് ഇൻ ഓൾ ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. പ്രൊപ്പോർഷനേറ്റ് കൂടുതലാണ്, ആ റേഷ്യോയിലും കൂടുതലാണ് ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്തെങ്കിൽ അതിനെ ഇൻക്രീസിങ് റിട്ടേൺ ടു സ്കെയിൽ എന്ന് പറയും. കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത് സെയിം റേഷ്യോ, പ്രൊഡക്ടിവിറ്റിയിൽ ഒരു മാറ്റവും വരുന്നില്ല, സെയിം റേഷ്യോയിൽ തന്നെയാണെങ്കിൽ അതിനെ കോൺസ്റ്റൻറ്റ് എന്ന് പറയും. കോൺസ്റ്റൻറ്റ് റെഫേഴ്സ് ടു സ്കെയിൽ ഇംപ്ലൈസ് നോ ചേഞ്ച് ഇൻ പ്രൊഡക്ടിവിറ്റി. ഓക്കെ, ഇനി അങ്ങനെയാണ് ഡിമിനിഷിംഗ് എന്ന് പറയുന്നത് എന്താണ്? പ്രൊഡക്ടിവിറ്റി കുറയുന്നു. ഡിമിനിഷിംഗ് റിട്ടേൺ ടു സ്കെയിൽ ഡിനോട്ട് ഡിക്രീസ് ഇൻ പ്രൊഡക്ടിവിറ്റി. ഡിക്രീസ് ഇൻ പ്രൊഡക്ടിവിറ്റിയാണ്, അപ്പോൾ ഡിമിനിഷിംഗ് റിട്ടേൺ ടു സ്കെയിൽ ആയിരിക്കും. ഓക്കെ,
അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പ്രൊഡക്ഷൻ ഫങ്ഷൻ, പ്രൊഡക്ഷൻ തിയറിയിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി പ്രൈസിങ് പോളിസി പ്രാക്ടീസസും ബിസിനസ് സൈക്കിളുമാണ് നോക്കാനുള്ളത്. പ്രൈസിങ് പോളിസി ആൻഡ് പ്രാക്ടീസസും ബിസിനസ് സൈക്കിളും അടുത്ത വീഡിയോയായിട്ട് ചെയ്യാം. അതിനു മുമ്പ് നിങ്ങൾ ഇത് രണ്ടാമത്തെ പാർട്ടാണ്. അപ്പോൾ ഇന്ന് രണ്ട് പാർട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. തൊട്ട് മുമ്പ് ഒന്നാമത്തെ പാർട്ടും ഇത് രണ്ടാമത്തെ പാർട്ടും മൂന്നാമത്തെ പാർട്ടും അപ്ലോഡ് ചെയ്യാം. അപ്പോൾ 3 പാർട്ടുകൾ ഇന്ന് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. 3 ക്ലാസ്സുകളും എല്ലാവരും കണ്ടു പഠിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ മാനേജീരിയൽ ഇക്കണോമിക്സും ഇവിടെ കഴിയും. ഇത് ചെയ്തോടുകൂടി 3 പാർട്ട് ഇന്ന് തന്നെ ഇട്ട് കഴിഞ്ഞാൽ മാനേജീരിയൽ ഇക്കണോമിക്സും കഴിയും. മൂന്നാമത്തെ പാർട്ട് ഞാൻ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഇടാൻ വേണ്ടി ശ്രമിക്കാം. ഇടണം എന്നാണ് ആഗ്രഹം, ഇടാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും അതിന് മുമ്പ് തന്നെ ഈ 2 പാർട്ടും കണ്ട് നന്നായി പഠിക്കുക. പിന്നെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും അതോടൊപ്പം തന്നെ കമൻറ്റ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ അടുത്ത ക്ലാസ്സിലൂടെ വീണ്ടും കാണാം. അതുവരെ താങ്ക് യു.